പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസം തന്നെ ഇത്രത്തോളം ആളുകൾ ഇവിടെ കൂടി വരുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന ആ കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത്രയും യോഗമൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ മഴ പെയ്താൽ എന്ത് ചെയ്യും? പക്ഷേ അപ്പോൾ ദൈവം എന്നോട് പറയുക, ഈ മഴ പെയ്യിക്കുന്നത് ആരാ? നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാ. ഹല്ലേലൂയ. ദൈവവചനം പറയും, അവൻ കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ അവിടെ ഏറ്റവും പുറകിലായിട്ട് കുറച്ച് യൗവനക്കാരായ കുഞ്ഞുങ്ങൾ കാറിലൊക്കെ ചാരി ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ പറയും, അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കസേരകൾ ഒഴിവുണ്ട്, നിങ്ങൾ വന്നിരുന്നാൽ അത് ഏറ്റവും സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോഷിമോൻ പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാനുള്ള ഏക കാരണം ഈ ദേശം സത്യസുവിശേഷം അറിയണം. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇത്രത്തോളം ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആ കർത്താവിനോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. നല്ലവരായ നാട്ടുകാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം സഹകരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇന്നാളിൽ ഒരു ദിവസം ഇവിടെ വന്നൊരു പരസ്യയോഗം നടത്തി. അപ്പോൾ എനിക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കുവാൻ പറ്റിയത്, ഇവിടെ ജാതി മതഭേദമന്യേ ഇവിടെ കൂടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഒരു പ്രത്യേക മതത്തിൻ്റെ ദൈവമല്ല. എൻ്റെ യേശു ഒരു പ്രത്യേക ജാതിയുടെ ദൈവമല്ല. എൻ്റെ യേശുവിൻ്റെ ജനനത്തിങ്കൽ ദൂതൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിവിടെ നിൽക്കുന്നത് ഒരു പ്രത്യേക മതത്തെ ഉയർത്തുവാനല്ല, ഒരു പ്രത്യേക മതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാനല്ല, ഒരു പ്രത്യേക മതത്തിലേക്ക് നിങ്ങളെ ചേർക്കുവാനല്ല. ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞതായ ചേറ്റിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് മരണകരമായ രോഗത്തിൽ നിന്നെ വിടുവിച്ച എൻ്റെ യേശുവിനെ ഉയർത്തുവാനാ. ഹല്ലേലൂയ. നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതൊക്കെ മാറണമേ. ഇതും മതം മാറ്റമല്ല, ഇതും മനമാറ്റമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ കർത്താവിനോട് അടുത്താലുണ്ടല്ലോ, തകർന്ന് തരിപ്പണമായി പോയ മനുഷ്യനെ പുത്തനാക്കി വാർത്തെടുത്ത് ദൈവത്തിന്റെ മാനപാത്രമാക്കുവാൻ ശക്തിയുള്ളതത്രേ കൃപയുടെ സുവിശേഷം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ അടങ്ങാനാവാത്ത ഒരു ആത്മസാന്നിധ്യം ഞാനിവിടെ അനുഭവിക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ചൂടായിരുന്നല്ലേ നമുക്കെന്നാൽ ഇന്ന് ഇവിടെ ഒരു AC ഇട്ട അനുഭവമല്ലേ അല്ലേ? നമുക്ക് കർത്താവ് ഒന്നും മഴ പെയ്ച്ചു തന്നു. അത് കുഞ്ഞേ, അത് അനുഗ്രഹത്തിൻ്റെ ഒരു മാരിയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളെ ഒന്ന് തണുപ്പിച്ചു. എന്നാൽ ഇന്ന് നിന്റെ ആത്മാവിന് കുഞ്ഞേ, തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നീ നിരാശപ്പെടാനുള്ളവളല്ല. നീ നിരാശപ്പെട്ടത് മതി കുഞ്ഞേ, നീ ഭാരപ്പെട്ടത് മതി. യൗവനക്കാരാ, നിന്നെ യേശുവിന് വേണം. ഹല്ലേലൂയ. കർത്താവിനെ വിട്ടകന്ന് നീ യാത്ര ചെയ്യുന്ന സഹോദരി, ഹല്ലേലൂയ, ദേശമേ, പാപത്തിൽ മുഴുകിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, യേശുവിൻ്റെ സ്നേഹത്തിൽ എനിക്ക് എൻ്റെ കർത്താവ് തരുന്ന വേദികളിൽ ഞാൻ പറയുന്നത് എൻ്റെ കർത്താവിനെ ഉയർത്തുകയാ പ്രിയമുള്ളവരെ. ഒരു കോമഡി പോലും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. ദൈവകൃപ വിട്ടൊരു വാക്ക് എന്നിൽ നിന്ന് വരാതിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് നമ്മൾ ഗുഡ് ഫ്രൈഡേ അല്ലേ, ദുഃഖവെള്ളിയാ. ഹല്ലേലൂയ. ദുഃഖവെള്ളി ആചരിക്കുന്നത് എന്തിനാ? നമ്മുടെ പ്രാണപ്രിയനായ യേശു കാൽവറിയുടെ മലമുകളിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ എൻ്റെ പ്രിയ സഹോദര? അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഗ്ലോറിക്ക് വേണ്ടി മാത്രമല്ല, പ്രിയ ജോഷി പാസ്റ്റർക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും കൂടെ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. കുഞ്ഞേ, യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല കുഞ്ഞേ. ഹല്ലേലൂയ. യേശു ഒരു മതസ്ഥാപകനല്ല.
പക്ഷെ അവൻ്റെ അടുക്കൽ വരുന്നവനെ എൻ്റെ കർത്താവ് ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. കുഞ്ഞെ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുമായാണോ ഇന്ന് നീ പന്തലിൽ കടന്നു വന്നിരിക്കുന്നത്? ആത്മഹത്യ മാത്രമേ എൻ്റെ ജീവിതത്തിനുള്ളൂ എന്ന് ചിന്തിച്ചാണോ നീ കടന്നു വന്നിരിക്കുന്നത്? നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? നിന്റെ സ്വന്തം സഹോദരങ്ങൾ, നീ സ്നേഹിച്ച ജീവിതങ്ങൾ ഒക്കെ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? എന്നാൽ തള്ളിക്കളഞ്ഞവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവാണ്. കുഞ്ഞെ, നിന്നെ ആർക്കും വേണ്ട എങ്കിലും ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, എൻ്റെ യേശുവിന് നിന്നെ വേണം. ഹല്ലേലൂയ, എൻ്റെ യേശുവിന് നിന്നെ വേണം. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് ഞാനിവിടെ ഒരു മോളോട് പറഞ്ഞു, കുഞ്ഞെ, ആൻറ്റി പ്രസംഗിക്കുമ്പോൾ വചനമൊക്കെ വായിച്ചൊന്ന് സഹായിക്കണമേ. പ്രിയ മോളും പ്രിയ കർത്താവിൻ്റെ ദാസനും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രിയ കർത്താവിൻ്റെ ദാസനും ഹല്ലേലൂയ മോളോട് പറയാനുള്ള ഫ്രീഡം ഉള്ളത് കൊണ്ടാട്ടോ പറഞ്ഞത്. ഹല്ലേലൂയ. ഒരു സാധുവായ ഒരു സഹോദരി, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണല്ലേ. ഹല്ലേലൂയ. ഞാനതൊരു അപേക്ഷയായിട്ട് പറയുകയാ, ഈ ഗ്ലോറി സിസ്റ്ററെ കാണല്ലേ. ഞാൻ എൻ്റെ കർത്താവിനെ മുന്നിൽ കാണണമേ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു മൈക്രോഫോണ്. എൻ്റെ കർത്താവിന് പറയുവാനുള്ള അരുളപ്പാടുകൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ ബിനോയ് പാസ്റ്റർ, ഹല്ലേലൂയ, ഇന്ന് വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു. ഹല്ലേലൂയ. ഞാൻ അതിന് ദൈവത്തെ സ്തുതിക്കുക. ഒരു പ്രാവശ്യം ഈ കർത്താവിൻ്റെ ദാസനും എനിക്കും കൂടെ, ഹല്ലേലൂയ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പൊൻകുന്നം സബ് ജയിലിൽ, ഹല്ലേലൂയ, കർത്താവിനെ പ്രസംഗിക്കുവാൻ ദൈവം അവസരം തന്നു കേട്ടോ. ഹല്ലേലൂയ. ആ തടവ് പുള്ളികളുടെ നടുവിൽ നിന്നുകൊണ്ട് അവിടെ കയറുമ്പോൾ എഴുതി വെക്കണം, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായാൽ നമ്മൾ സഹിച്ചോണം. പക്ഷേ ആ തടവ് പുള്ളികളുടെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു കേട്ടോ. ഹല്ലേലൂയ. ഈ യേശുവിനെ എത്ര പേർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേർ അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണം. ഹല്ലേലൂയ, എനിക്ക് യേശുവിനെ വേണം. കുഞ്ഞേ, ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കുക, ഈ യേശുവിനെ നിനക്ക് വേണോ? ഹല്ലേലൂയ. ഈ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കുമോ? ഹല്ലേലൂയ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. കർത്താവിൻ്റെ ദാസനോ അതോ മോളോ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമേ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. താങ്ക് യു മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ കർത്താവിനെ പറയാൻ പറ്റുന്നത്, ഈ കർത്താവിൻ്റെ വചനം വായിക്കുവാൻ പറ്റുന്നത്, അത് വായിച്ചു കൊടുക്കുന്നത് ഒരു ഭാഗ്യമാകട്ടോ ജീവിതത്തിലെ. ഹല്ലേലൂയ. അതിനൊരു പ്രതിഫലമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും, ഇതിൻ്റെ 3 വിഷയങ്ങളാണ് പ്രിയമുള്ളവരെ. ഒരിക്കൽ ഒരു മരണമുണ്ട്, ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. ഇന്ന് കേട്ട ഗാനങ്ങൾ അതൊക്കെയായിരുന്നല്ലേ. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. നമുക്കറിയാം കോവിഡ് ഇന്നും പറയുവാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ: ഒരിക്കൽ മരിക്കുക, പിന്നെ ഒരു ന്യായവിധി, പിന്നെ നമ്മുടെ കർത്താവിൻ്റെ വരവ്. ഹല്ലേലൂയ. ഈ മരണം എന്ന് പറയുന്നത് സാർവത്രികമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ എത്ര പേരാ ഈ ലോകം വിട്ടു പോയേ. നീ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കൂടുതൽ കൊണ്ടാന്ന്? അല്ല പ്രിയമുള്ളവരെ, നീ അന്നു മരിച്ചിരുന്നുവെങ്കിൽ നീ നിത്യ നരകത്തിലേക്ക് പോയേനെ. എൻ്റെ ദൈവത്തിന് നിന്നോട് ക്ഷമയുള്ളത് കൊണ്ട്, ദീർഘക്ഷമയുള്ളത് നിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതാ. നമ്മൾ ഓർക്കും, അന്ന് കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം മാസ്ക് വെച്ചു അല്ലേ, നമ്മളെല്ലാം സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തു. എന്തിനാ? ആ ഒരു ചെറിയ വൈറസിനെ പേടിച്ചിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാപമാകുന്ന ഈ പാപത്തെ നീ പേടിക്കണം കേട്ടോ. ഈ പാപം നിന്റെ ജീവിതത്തിൽ നിന്ന് നീ വിട്ടുമാറണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചു കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. ഒരു 10 ഇവിടെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 87 വയസ്സുള്ള എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പ്രിയ ലിസിയാൻറ്റി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പ്രിയ സുനുമോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ കൊച്ചു പൈതൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം തന്നെ ഒത്തിരി പറയാനുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ ഞാൻ ആ സാക്ഷ്യം പറയുക. യൂട്യൂബിലൊന്ന് പോയി ഗ്ലോറി
എബ്രഹാം ടെസ്റ്റിമണി എന്ന് നോക്കിയാൽ, കാരണം ഞാൻ ഈ പല പ്രോഗ്രാംസ് ലൈവൊക്കെ പോകുന്നതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു ആവർത്തനമായി പോകുമല്ലോ. ഹല്ലേലൂയാ. 2006 ബ്രെയിനിൽ ഒരു ട്യൂമർ കണ്ടുപിടിച്ച് ഈ ലോകം വിട്ടു മാറ്റപ്പെടേണ്ടിയിരുന്ന എന്നെ, ഹല്ലേലൂയാ, 4 മക്കളുടെ മാതാവായിട്ട് എന്നെ നിർത്തിയത് എൻ്റെ യേശുവാണേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രഷർ 24 വരെ താണ്. ഒരു ഹോസ്പിറ്റലിൽ ഇത് നിനക്ക് 35 വർഷമായിട്ടുള്ള ഭാര്യയാണോ? ഇത്ര വേറെ ഭാര്യ ഒന്നുമില്ലേ? ഭയങ്കര അത്ഭുതം. വേറെ ഭാര്യ ഇല്ലേ? സെയിം ഓൾഡ് വൈഫാണോ എന്ന് ചോദിച്ചെന്നാ പറഞ്ഞേ. അപ്പോൾ അത്രയും പുള്ളിക്ക് അത്ഭുതം. 35 വർഷമായിട്ട് ഒരാളുടെ കൂടെയാണോ ജീവിക്കുന്നേ? വസ്ത്രം മാറുന്നത് പോലെ വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാ? പണ്ടത്തെ ഒരു കാലമല്ല. നിങ്ങളൊന്ന് പത്രങ്ങൾ എടുത്തു നോക്കിയേ. 4 വയസ്സുള്ള കുഞ്ഞു മുതൽ, ഹല്ലേലൂയാ, 90 വയസ്സുള്ള അമ്മച്ചി വരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു കാലമല്ലേ ഇത്? അധർമ്മം വർദ്ധിക്കുകയല്ലേ ഇത്? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ യേശു വരാറായി, എൻ്റെ യേശു വരാറായി. ഹല്ലേലൂയാ. മനുഷ്യപുത്രൻ്റെ നോഹയുടെ കാലം പോലെ ആകുമെന്ന അധർമ്മം വർദ്ധിക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയാ. എന്നാൽ നീ കർത്താവിങ്കിലേക്ക് ഇന്ന് രാത്രികാല ഈ ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? നീ കർത്താവിങ്കിലേക്ക് ഒന്ന് മടങ്ങി വരുന്ന രാത്രികാലമായിട്ട് നാം മാറട്ടെ. ഒരിക്കൽ മരിക്കുകയും മരണം നിശ്ചയമാ. നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലേ? എന്നാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമുക്ക് തലയിലൊരു പ്രശ്നമാണെങ്കിൽ ന്യൂറോളജിസ്റ്റ്. എൻ്റെ തലയിലൊരു പ്രശ്നം വന്നപ്പോൾ ന്യൂറോളജിസ്റ്റിനെ അന്ന് കണ്ടേ. ഹല്ലേലൂയാ. ആ മുത്തൂറ്റുള്ള ന്യൂറോളജിസ്റ്റ് KV മത്തായി പറഞ്ഞു ബ്രെയിൻ സർജറി ചെയ്യണം. പക്ഷേ ആ ബ്രെയിൻ സർജറി ചെയ്യുമ്പോൾ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് കുഞ്ഞേ. ഹല്ലേലൂയാ. എത്ര വലിയ ന്യൂറോളജിസ്റ്റ് സർജറി ചെയ്താലും അതിന് സൈഡ് എഫക്റ്റ് വരും. എന്നാൽ ആ സ്വർഗത്തിൽ നിന്റെ അവയവങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവം നിന്നെ ഒന്ന് സൗഖ്യമാക്കിയാൽ അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇന്ന് ആ രോഗസൗഖ്യം വിശ്വാസത്താൽ നീ ഒന്ന് ഏറ്റെടുക്കു കുഞ്ഞേ. ഹല്ലേലൂയാ. നീ എന്നും രോഗിയായി ഭാരപ്പെടുവാനല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ചേ. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ യേശുവേ പറ്റുകയുള്ളൂ കുഞ്ഞെ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ. ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് നമ്മൾ ചെന്ന് നോക്കിയാൽ ന്യൂറോളജിസ്റ്റ് ഉണ്ട് അല്ലേ, എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്. കൊച്ചു പിള്ളേരെ കൊണ്ടുപോയ പീഡിയാട്രിക് ഡോക്ടേഴ്സിനെ നമ്മൾ കാണും. പീഡിയാട്രിക് സർജനുണ്ട്, ഓർത്തോപീഡിക്കുണ്ട്, ഗൈനക്കോളജി ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മരണത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റുകയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയാ. ഞാൻ പറയട്ടെ, ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്ലോറി സിസ്റ്ററും ഒരു സമയം ലോകം വിട്ടു പോകും കേട്ടോ. ഹല്ലേലൂയാ. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുക. എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ കർത്താവ് പറയും, മോളെ മതി, ഞാൻ നിന്നോട് പറഞ്ഞ അരുളപ്പാടെല്ലാം നീ ദേശത്തോട് വിളിച്ചു പറഞ്ഞല്ലോ, നീ ഇങ്ങ് പോരെ മോളെ എന്ന് എൻ്റെ കർത്താവ് എന്നോട് പറയും പ്രിയമുള്ളവരെ. പക്ഷേ അതുകൊണ്ട് തീരുകയല്ല എൻ്റെ ജീവിതം. എൻ്റെ സ്നേഹിത, എൻ്റെ സഹോദരി, ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിന്ന് വീണ് മരിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയാ. എൻ്റെ ദേഹം ഇവിടെ നഷ്ടപ്പെട്ടാലും ഉണ്ടല്ലോ, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനോടൊത്തായിരിക്കും. അതുകൊണ്ടാ പ്രിയമുള്ളവരെ ഈ വചനവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചിലരൊക്കെ എന്നോട് ചോദിക്കും, സഹോദരിമാരെ ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പേടിയില്ലേ, ആരെങ്കിലും ഒക്കെ ഉപദ്രവിച്ചാലോ? ഹല്ലേലൂയാ. ഞാൻ ചിന്തിക്കുന്നത്, രോഗം വന്നു മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭാഗ്യമാ എൻ്റെ കർത്താവിനെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ. ഹല്ലേലൂയാ. അത്രമാത്രം ഞാൻ എൻ്റെ ആത്മപ്രിയനെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ. രക്ഷയ്ക്കുള്ള പല വഴിയിൽ ഒരു വഴിയല്ല എൻ്റെ യേശു. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി എൻ്റെ യേശു മാത്രം. എന്നോട് ദൈവം പറഞ്ഞു, മോളെ മരിച്ചിട്ട് കിട്ടിയ ഒരു ജീവിതമല്ലേ,
അത് ഞാൻ മണ്ണിനടിയിൽ പോകേണ്ടിയിരുന്ന വ്യക്തിയാ. എൻ്റെ ദൈവം എനിക്ക് ആയുസ് തന്നത്, ആരോഗ്യം തന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ വേദനകളെ ഏറ്റെടുത്ത് പ്രസംഗിക്കുവാനാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിൽ അടുത്ത കൺവെൻഷന് ഞാനുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? പ്രിയമുള്ളവരെ, ചില ആൾക്കാരൊക്കെ നിന്ന് പറയുന്നത് കാണാമല്ലോ. ഞാൻ ആരാണെന്നറിയാവോ? ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. അറിയാം കുഞ്ഞെ, അറിയാം. നീ ഒരു ശ്വാസമാ. ഹല്ലേലൂയ. നമ്മുടെ ദേഹത്ത് കുറച്ച് പൊട്ടാസ്യവും കുറച്ച് സോഡിയവും ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള കുറച്ച് കൊഴുപ്പും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സയൻറ്റിസ്റ്റ് വിലയിട്ടത് 6.25 രൂപയാ. ഹല്ലേലൂയ. നീ എത്ര തേച്ച് മിനുക്കിയാലും ഉണ്ടല്ലോ, ഒരു ദിവസം നമ്മൾ ഇവിടം വിട്ടേച്ചു പോകും കേട്ടോ. ഹല്ലേലൂയ. എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ. ആ ഉർവ്വലോകവും നേടിയാലും, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമാ? ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേർ നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. ഒരു വ്യക്തി ഫുഡ് ഓർഡർ ചെയ്ത് ടേബിളിൽ വെച്ചു. ഹല്ലേലൂയ. പക്ഷെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുക. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു കാര്യം ഉറപ്പാക്കണം. കർത്താവേ, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ എൻ്റെ സ്വർഗത്തിലായിരിക്കും. ഹല്ലേലൂയ. ആ ഉറപ്പ് നീ പ്രാപിച്ചിട്ടേ ഇവിടെ എഴുന്നേക്കാവുള്ളൂ. ഹല്ലേലൂയ. ആ ഉറപ്പ് നീ ഇന്ന് പ്രാപിച്ചെടുക്കണം കുഞ്ഞേ, സഹോദരി. നീ ലോകത്തിൽ ഒത്തിരി കഷ്ടത അനുഭവിച്ചല്ലേ? നീ സ്നേഹിച്ച നിന്റെ ഭർത്താവ് പോലും നിന്നെ ഹൃദയം നുറുങ്ങുന്നത് പോലെ വേദനിപ്പിച്ച് അല്ലേ? മദ്യപാനിയായ ഒരു സ്ത്രീ, ഒരു ഹസ്ബൻഡിൻ്റെ, ഒരു മദ്യപാനിയായ ഒരു വ്യക്തിയുടെ ഭാര്യ എന്നോട് പറയുവാനിടയായി തീർന്നു. എൻ്റെ ദൈവമേ, എല്ലാ ജോലിയും കഴിഞ്ഞിട്ടൊന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് നല്ല ഇടി കിട്ടുന്നത്. ഒരു മദ്യം മൂലം ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം. ഞങ്ങൾ പണ്ട് മേലുകാവെന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അപ്പൻ കുടിച്ചിട്ട് ആടി വരുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും, പപ്പ ഇന്ന് പൂസായിട്ടാ വരുന്നേ, മമ്മി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഓടിയൊളിക്കാം. സ്നേഹിത, നീ മദ്യാസക്തിയുടെ ആ പിടിയിലാണോ? ഇന്ന് രാത്രി ഒന്ന് പുറത്തു വന്നേ. ഹല്ലേലൂയ. പാപത്തിന്റെ, ദൈവത്തിന് നിരക്കാത്ത പാപങ്ങൾ. ഹല്ലേലൂയ. ലോകത്തിലെ ക്യാമറ കണ്ണിന്ന് പലയിടത്ത് CCTV ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? എന്നാൽ ഒരു സ്വർഗത്തിന്റെ ക്യാമറ കണ്ണുകളുണ്ട് കേട്ടോ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല. കുഞ്ഞേ, ഈ ആയുസ്സിൽ നീ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. നീ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തെ ഭയപ്പെടണം. എത്ര കട്ടുകൂടിയ കർട്ടനിട്ടാലും, നീ ആരും കാണാതെ ഇരുന്നൊരു പാപപ്രവർത്തികൾ കണ്ടാലും അത് കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ കണ്ണിനെ നിനക്ക് മറയ്ക്കാം, പക്ഷെ ദൈവത്തിന്റെ ക്യാമറ കണ്ണിനെ നിനക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ന്യായവിധിയുണ്ട് കുഞ്ഞേ. ഹല്ലേലൂയ. ഇത് കേട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പറയും. മാർച്ച് മാസം 29 ദുഃഖ വെള്ളിയാഴ്ച വൈകിട്ട് റാന്നിയിൽ നിന്ന് ഒരു പാവം പിടിച്ച ഗ്ലോറി സിസ്റ്റർ വന്നിട്ട് പറഞ്ഞതല്ലേ, യേശു കൂടെ മാത്രമേ രക്ഷയുള്ളെന്ന്. കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? കേട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവിലേക്ക് തിരിയണം. നമുക്കറിയാം മൈക്കിൾ ജാക്സൺ എന്ന ഒരു അത്ഭുത പ്രതിഭയെ. ഹല്ലേലൂയ. അദ്ദേഹം ആഗ്രഹിച്ചു 150 വർഷം ഈ ലോകത്ത് ജീവിച്ചിരിക്കണം. പക്ഷേ നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൻ്റെ തല മുതൽ പാദം വരെ പരിശോധിക്കുവാൻ പ്രത്യേകം ഡോക്ടർമാരെ ഭവനത്തിൽ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾക്ക് എന്തിനെങ്കിലും കേടുവന്നാൽ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ അനേകം ആളുകളെ ഭവനത്തിൽ വെച്ചു. എന്നാൽ അദ്ദേഹം കഴിക്കുന്ന ഫുഡ് എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ട് അത് ആരെയും കൊണ്ടെങ്കിലും കഴിപ്പിച്ചിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അദ്ദേഹം ആ ഭക്ഷണം കഴിക്കുകയുള്ളൂ. എന്നാൽ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചെങ്കിൽ, ഹല്ലേലൂയ, കുഞ്ഞെ ഒരു കാര്യം ഓർക്കല്ലേ, ഗ്ലോറി സിസ്റ്റർ വന്ന് പേടിപ്പിക്കുവാന്ന് ഓർക്കല്ലേ. ഇതൊരു യാഥാർത്ഥ്യമാ. മരണം ഒരു യാഥാർത്ഥ്യമാ. ഒരു ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. സമയം നിശ്ചയമല്ല. ഒരു പാട്ടിൻ്റെ ചില വരികൾ മോനെ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് എപ്പോഴാണ് എൻ്റെ സോദര എന്നുള്ള പാട്ടിൻ്റെ ചില വരികൾ നമുക്കൊന്ന് പാടാം.
എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. ദൂരവെയല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ. ദൂരവെയല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വരികള്, ഇതൊരു പ്രസംഗമാണെങ്കിലും ഈ പാട്ടിന് ഒരു ഭയങ്കര അതിനൊരു സ്വാധീനമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വളരെ അർത്ഥമുള്ള വരികളാ. നീ കട്ടിലിൽ കിടക്കുമ്പോഴാണോ എന്നറിയത്തില്ല, നീ കൂട്ടുകാര് ചേർന്ന് നടക്കുമ്പോഴാണെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, കട്ടിലിൽ കിടക്കവയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിലിൽ കിടക്കവയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ, കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും, എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെൻ്റെ സോദരീ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. ഹല്ലേലൂയ. എപ്പോഴാണ് സോദരാ മൃത്യു വരുന്നത് നമുക്കറിയില്ല കേട്ടോ. ഹല്ലേലൂയ. ആ കർത്താവിനെ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത, നീ കർത്താവിനെ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു സുവിശേഷ സന്ദേശം പറയാതെ ഞാൻ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് മരിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്റെ കർത്താവ് പറഞ്ഞ സന്ദേശം ഞാൻ ഈ ലോകത്തോട് അറിയിച്ചിട്ടാ ഈ ലോകം വിട്ടുപോകുന്നത്. സ്നേഹിത, രക്ഷയ്ക്കുള്ള പല വഴിയിൽ ഒരു വഴിയല്ല എന്റെ യേശു. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി എന്റെ യേശു മാത്രം. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല എന്റെ യേശു. ഒരേ ഒരു സത്യദൈവം എന്റെ യേശു മാത്രം. ഹല്ലേലൂയ. എനിക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്ന ഈ ദൈവത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, അപ്പാ, ഒരു രോഗിയായി മരിക്കുന്നതിലും എനിക്കിഷ്ടമാ ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇവിടുത്തെ ജീവിതം തീരുമ്പോൾ വേറെ ഒരു ജീവിതം തുടങ്ങുകയാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ ഈ ആയുസ് ക്ഷണികമാ. ഞാൻ ചിന്തിച്ചു, ഇവിടെ യോഗത്തിന് വന്നിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ, ഇവിടെ നിങ്ങൾ കസാര ഒഴിവുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കാം കേട്ടോ. ചാരി നിന്ന് കാലിന് വേദന പിടിക്കല്ലേ. ഇവിടെ ഒരു മാതാവ് വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ യോഗത്തിന് വന്നേ. ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിതം, ഈ ചെറുസഭാ പ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ പാസ്റ്ററെ. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും
മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുൻപേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, ഒന്ന് നിർത്തണമേ. നമ്മൾ വാർദ്ധക്യമായാലുള്ള കാര്യങ്ങളാകട്ടോ പറയുന്നേ. വീട്ടുകാവൽക്കാർ ഒന്ന് നിർത്തി വായിക്കണമേ. വീട്ടുകാവൽക്കാർ വിറയ്ക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. നമുക്കറിയാം, നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പണ്ടൊക്കെ ഓടി ചാടി ഡൈവ് ചെയ്ത് നടന്നവരൊക്കെ വിറച്ചാ പോകുന്നത്. അടുത്തൊന്ന് വായിച്ചേ. വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. നമുക്കറിയാം, പ്രായമായാൽ ഒന്ന് കുനിഞ്ഞാ നടക്കുന്നേ. ഹല്ലേലൂയ. കാരണം ക്ഷീണമാ. അടുത്തത്, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പല്ലൊക്കെ കൊഴിഞ്ഞു പോകും. ഹല്ലേലൂയ. എനിക്കിപ്പോൾ ഈ ചിരിക്കുമ്പോഴുണ്ടല്ലോ, ഈ 48-ാമത്തെ വയസ്സിൽ നിന്ന് ചിരിക്കുമ്പോൾ വായിൽ പല്ലുകളുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഒരു വെല്ലുമ്മച്ചി ആയി കഴിഞ്ഞാൽ വായി പല്ലൊന്നും കാണത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കാരണം നമുക്കറിയാം, ഒന്നുകിൽ വെപ്പുവല്ല് വെക്കണം, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാ. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികതയാണ് ഈ സഭാപ്രസംഗിൽ പറയുന്നത്. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകും. അടുത്തത് വായിക്കണമേ. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. കിളിവാതിലുകളിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. കണ്ണിൻ്റെ കാഴ്ച കുറയുമെന്ന്. കുഞ്ഞെ, പ്രായമായാൽ നിന്റെ കണ്ണിൻ്റെ കാഴ്ച കുറയും. ഹല്ലേലൂയ. അടുത്ത വരി, തെരുവിലെ കതകുകൾ അടയും. തെരുവിലെ കഥകൾ അടയുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പലതരത്തിലുള്ളവരായി ഈ മെസ്സേജ് കേൾക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളവർ കാണാം. എന്നാൽ യേശുവുമായിട്ട് ഒരു ബന്ധവും പുലർത്താതെ അനേകരിവിടെ വന്നിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക. തെരുവിലെ കഥകൾ അടയുമെന്ന് പറഞ്ഞാൽ നിന്റെ ചെവിയുടെ കേൾവി കുറയും. ഹല്ലേലൂയ. അടുത്തത്, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അടുത്ത വായിച്ചോ പാസ്റ്റർ. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. പ്രായമാകുമ്പോൾ ഉറക്കം കുറയും. ഹല്ലേലൂയ. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. യൗവനപ്രായത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉയർത്താമെന്ന് വെച്ചാൽ ശബ്ദം കിട്ടത്തില്ല. നമുക്ക് തളർച്ചയെ, ആ ശബ്ദത്തിന് ക്ഷീണം വരും. അടുത്തത്, അന്ന് അവർ കയറ്റത്തെ പേടിക്കും. കയറ്റത്തെ പേടിക്കും. ഒരു പ്രായമായ ഒരു വ്യക്തിക്ക് കയറ്റം കാണുമ്പോൾ പേടിയാ. കാരണം കാലുകൾക്ക് ബലമില്ല. ഹല്ലേലൂയ. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. അത് പെട്ടെന്ന് അടുത്ത, ബദാം വൃക്ഷം പൂക്കും. ബദാം വൃക്ഷം പൂക്കുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ഒരു 40-45 ഒക്കെ വയസ്സ് കഴിഞ്ഞാൽ പതുക്കെ നരയ്ക്കാൻ തുടങ്ങും, അല്ലേ? ചിലവർ അതിൻ്റെ പുറത്ത് ഇച്ചിരി ഡൈ ഒക്കെ അടിച്ച് അതിങ്ങനെ നമ്മൾ നെടുവീർപ്പെട്ട് ഒരു 48, 49, 50 വയസ്സായാൽ കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മൾ നോക്കിയിട്ട് പറയും, അയ്യോ ഇവിടെ തലമുടി നരച്ചു തുടങ്ങിയല്ലോ. ബദാം വൃക്ഷം പൂക്കുമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ തലമുടി എല്ലാം നരയ്ക്കും. അടുത്തത്, തുള്ളനിഴഞ്ഞു നടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. രോചനക്കുരു ഫലിക്കാതെ. രോചനക്കുരു എന്ന് പറയുന്ന ഒരു കുരു അല്ല കേട്ടോ, അത് മരുന്നുകൾ ഫലിക്കാതെ വരും. അടുത്തത്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഒരു വാക്യമുണ്ടല്ലോ, സഭാപ്രസംഗി 11-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. യൗവനക്കാരാ, നീ യൗവനത്തിൽ സന്തോഷിച്ചോ, നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. പക്ഷേ അടുത്തത്, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. നിങ്ങളൊന്ന് ഇതെല്ലാം നിമിത്തം മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമുക്കറിയാം. നമ്മുടെ കേരളം സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രത്തോളം കുഞ്ഞുങ്ങളാ ഭവനങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഒരിക്കൽ ഒരു കുട്ടി, അനേകരെ, ഞാൻ ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അനേകരെ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് ഫോണിൽ പറയാറുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഗ്ലോറി ആൻറ്റി, ബ്ലേഡ് എടുത്തതാ എൻ്റെ ഞരമ്പ് മുറിക്കാൻ വേണ്ടി. കാരണം സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ഭർത്തൃഗ്രഹത്തിൽ എന്നും വഴക്കാ. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ, ഒരു സാധു കുഞ്ഞിനെ പാമ്പ് കടിപ്പിച്ച് കൊന്ന കേരളമാ, അല്ലേ? മനുഷ്യൻ്റെ അകൃത്യങ്ങൾ വർദ്ധിക്കുക പ്രിയമുള്ളവരെ. എന്തുകൊണ്ടും ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കുന്നില്ല പ്രിയമുള്ളവരെ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. എത്ര തെറ്റുകൾ ചെയ്താലും
അതെല്ലാം തെളിവായിട്ട് വരുന്ന ഇരുട്ടത്ത് ചെയ്യുന്നത് വെളിച്ചത്ത്. ഹല്ലേലൂയ. എന്തെല്ലാം ആരെല്ലാം മറച്ച് നമ്മൾ ചെയ്താലും, എന്തെല്ലാം പാപം ചെയ്താലും, ഇതെല്ലാം നമ്മളൊരു പരിഹാസ വിഷയമായി തീരാൻ പോകുന്നതിന് മുന്നേ, നിന്റെ ജീവിതം തകർന്നുടയുന്നതിന് മുന്നേ നീ കർത്താവിലേക്ക് വരണമേ. കുഞ്ഞെ, ഈ മുന്നറിയിപ്പുകളെ നീ അവഗണിക്കല്ലേ. മുന്നറിയിപ്പാ അല്ലേ? നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ, വാഹനം ഓടിക്കുന്നവർക്കറിയാം, നമ്മളോട് പല മുന്നറിയിപ്പുകൾ തരും. വലിയ വളവാണ്, പതുക്കെ പോകുക, പണി നടക്കുന്നു, സൂക്ഷിച്ചു പോവുക, ബമ്പുണ്ട്, സൂക്ഷിച്ച്, പല കാര്യങ്ങളാ മുന്നറിയിപ്പുകൾ. കുഞ്ഞേ, മുന്നറിയിപ്പുകളെ നീ അവഗണിക്കരുതേ. എന്തിനാ ഈ വാക്യം എടുത്ത് വായിപ്പിക്കുന്നതെന്നറിയാവോ? ഇത് വാക്യം എടുത്ത് വായിച്ചില്ലെങ്കിൽ ഇത് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു സത്യമാ. കേവലം കെട്ടുകഥകളുടെയും അർത്ഥസത്യങ്ങളുടെയും സമാഹാരമാണ് ഈ ബൈബിൾ എന്ന് വരുത്തിക്കൂട്ടുവാൻ ഒരു കൂട്ടം നിരീശ്വരവാദികൾ ഒരു വശത്ത് നിന്ന് ശ്രമിക്കുമ്പോൾ, അതിൻ്റെ പ്രതിപ്രവർത്തന ഫലമായി അനേകം ആളുകൾ ഈ ബൈബിളിനെ സ്നേഹിച്ച് ഇതിൻ്റെ സത്യങ്ങളെ പിൻപറ്റുന്നു. ഈ ബൈബിളിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഈ ബൈബിൾ പ്രസംഗിച്ചവരെ അവരെ ഒരുപക്ഷെ കൊല ചെയ്യപ്പെടാം. എന്നാൽ ഹല്ലേലൂയ, ഈ ബൈബിളിന്റെ സത്യങ്ങളെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. അത്രത്തോളം ഒരു സത്യമാ ഞാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. യേശു ഒരു സത്യദൈവമാ. യേശുവിൽ കൂടെ അല്ലാതെ നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല കുഞ്ഞേ. ഹല്ലേലൂയ. യേശു മാത്രം സ്വർഗരാജ്യത്തിലുള്ളേക്കുള്ള പല വഴിയിൽ ഒരു വഴിയല്ല. സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി യേശു മാത്രം. യേശുവിനെ കർത്താവെന്ന് നീ വാഗൊണ്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ. ഇതിന് നീ പ്രത്യേകിച്ച് പൈസയൊന്നും മുടക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഈ രക്ഷ എത്ര സൗജന്യമാ. കൃപയാലത്ര ആത്മരക്ഷാ പാട്ടറിയാവോ? ഒന്ന് പാടിക്കുക അതിൻ്റെ 2 വരികൾ. കൃപയാലത്രേ ആത്മരക്ഷ. ഇതിന് നീ പൈസ മുടക്കേണ്ട കാര്യമില്ല. നീ ഒന്നും ചെയ്യേണ്ട. വിശ്വാസത്താൽ, യേശുവേ നീ എൻ്റെ രക്ഷകനാ, യേശുവേ നീ എൻ്റെ കർത്താവാ. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാ പറയുന്നേ. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. ദൈവമനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശു പറയുന്നില്ല, കുഞ്ഞെ നീ കുറച്ച് മെഴുകുതിരി കത്തിച്ചു വെക്ക്, കുറച്ച് പടക്കം പൊട്ടിക്ക്. ഹല്ലേലൂയ. ഇടിവെട്ടിക്കുന്ന എൻ്റെ യേശുവിന് എന്തിനാ കുഞ്ഞെ ചക്കുകുരു പോലത്തെ നിന്റെ വെടിക്കെട്ട്? ഹല്ലേലൂയ. സൂര്യനെ നിർമ്മിച്ച എൻ്റെ കർത്താവിന് എന്തിനാ നമ്മുടെ കുഞ്ഞു മെഴുകുതിരികള്? കുഞ്ഞെ, കർത്താവ് ഒരു കാര്യം, ഹല്ലേലൂയ, നീ പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ ഇന്ന് രാത്രികാലം കർത്താവിലേക്ക് ഒന്ന് തിരിയുവീൻ. ഹല്ലേലൂയ. കൃപയാലത്രേ ആത്മരക്ഷ, ഇതു വിശ്വാസത്താൽ നേടുക. വില കൊടു സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. നരകശിക്ഷയിൽ നിന്നും വിടുതലിന്നു നേടുവാൻ വരികയുന്നു രക്ഷകന്റെ സന്നിധേ. കൃപയാലത്രേ ആത്മരക്ഷ, ഇത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, ഇത് ദാനം ദാനം ദാനം. നല്ല പാട്ടാ.
കൃപയാലെ, ഹല്ലേലൂയ, കൃപയാലത്രേ ആത്മാവിന്റെ രക്ഷ. ഇത് നീ വിശ്വാസത്താൽ സ്വീകരിക്കു കുഞ്ഞേ. ഹല്ലേലൂയ. ഇത് പറയുകയാ, ഇത് ഫ്രീയാ, ഇത് സൗജന്യമാ. ഇത് നീ ഈ ലോക ജീവിതത്തിൽ നേടുക. നിന്റെ മരണശേഷം അവസരങ്ങളില്ല കുഞ്ഞേ. ഹല്ലേലൂയ. ഈ സത്യം നീ അറിഞ്ഞില്ലെന്ന് പറയല്ലേ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഹല്ലേലൂയ. എങ്ങനെ തെറ്റിയൊഴിയും? ഈ വലിയ രക്ഷയ്ക്ക് ഞാനൊരു പറയുക കേട്ടോ, ഇത്ര വലിയ രക്ഷ ഇത് നീ നഷ്ടപ്പെടുത്തല്ലേ കുഞ്ഞേ. നമുക്കറിയാം, വെള്ളപ്പൊക്കം മുന്നറിയിപ്പുകളെ അവഗണിക്കല്ല കേട്ടോ. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരമ്മച്ചിയെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ TV-യിൽ കൂടെ കണ്ടതാ. അമ്മച്ചി വള്ളത്തെ കയറാൻ പറഞ്ഞപ്പം അമ്മച്ചി പറയുകയാ, ആ TV-യും കൂടെ ഇങ്ങെടുക്കട്ടെ കുഞ്ഞേ, നിന്നെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ചിലയിലെ സനോസ കനിയിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ കുറച്ച് പേര് പെട്ടുപോയി കേട്ടോ. ഒരു പ്രത്യേക ക്യാമറ സംഘടിപ്പിച്ച് ആ പാറക്കെട്ടിന്റെ ഇടയിൽ കുറച്ചു പേര് കുടുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പ്രത്യേക പേടകമുണ്ടാക്കി ആ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഇറക്കി ഇവരെ ഓരോരുത്തരെ ആയിട്ട് രക്ഷിച്ചു കേട്ടോ. അന്നേരം ഒരുത്തൻ പറയുകയാ, ഞാനിത് കയറുന്നില്ലെന്ന് പറഞ്ഞാലോ. ഹല്ലേലൂയ. നോഹ പണ്ട് നിങ്ങൾക്കൊക്കെ പറയുമ്പോൾ ഓർക്കും, ഈ സിസ്റ്റർക്ക് നല്ല സുഖമില്ലേ, തലയ്ക്ക് വട്ടുപിടിച്ചോ, തലയ്ക്ക് വട്ടാണോ? നമ്മുടെ നോഹയപ്പച്ചനുണ്ടല്ലോ, പണ്ടൊരു പെട്ടകം പണിതു. നോഹയപ്പച്ചൻ പറഞ്ഞു, ആ തലമുറ വഷളത്വം കൊണ്ട് നിറഞ്ഞു. പ്രിയമുള്ളവരെ, ആ തലമുറ ധാർമ്മികമായി അധപ്പതിച്ചു. ആ കാലമായി ഇന്ന്. എന്നാൽ നോഹ പെട്ടകം പണിതു. ആ നോഹയ്ക്ക് അറ്റ്ലീസ്റ്റ് നോഹയുടെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റി. മഴയില്ലാതിരുന്ന സമയത്ത് നോഹ പ്രസംഗിക്കുക, മഴ പെയ്യാൻ പോവുക. എന്നാൽ ആരും വിശ്വസിച്ചില്ല. ഈ അപ്പച്ചന് വയസ്സാം കാലത്ത് കിറുക്ക് പിടിച്ചെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഞാൻ ഈ വചനം പറയുമ്പോൾ എന്നെ നിന്ദിക്കുന്നവർ കാണാം, എന്നെ പരിഹസിക്കുന്നവർ കാണാം. പക്ഷെ ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഈ രക്ഷ നീ ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിച്ചെടുക്കണമേ. നമുക്കറിയാം, ലോത്തിന്റെ തലമുറയിൽ അനീതി വർദ്ധിപ്പിച്ചു. അത് തന്നെയല്ല ഇന്ന് ആണും കല്യാണം, പെണ്ണും കല്യാണം, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ആ സോദോം ഗോമോറയിൽ ദൈവം ന്യായവിധി അയച്ചു. ഹല്ലേലൂയ. ന്യായവിധിയുടെ ദൈവമാ. പറഞ്ഞു, നീ ഓടിപ്പോവാ, തിരിഞ്ഞു നോക്കല്ലേ എന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ ലോത്തമ്മച്ചി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പേരില്ല, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ, പതുക്കെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആ നിപ്പ് ഇപ്പോഴും അവിടെ നിപ്പുണ്ട്, പുതൂണായിട്ട്. ഹല്ലേലൂയ. അവിടെ നിൽക്കുക. കുഞ്ഞേ, നീ വിട്ടോട്. നീ പാപത്തെ വിട്ട് നിന്റെ പാപം നിന്റെ ജീവിതത്തിന് ക്ഷണിക സുഖങ്ങൾ തന്നാലും നിന്റെ സമാധാനത്തെ തകർക്കുകയാ കുഞ്ഞേ. ഹല്ലേലൂയ. ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറെ ഒരു ബന്ധത്തിന് പോയാൽ താൽക്കാലികം ഒരു സന്തോഷം നിനക്ക് കിട്ടുമെങ്കിലും നീ പരാജയത്തിലേക്കാ പോകുന്നേ. മദ്യപാനമരുതേ, മദ്യം നീ കുടിക്കരുതേ. മദ്യം നിന്റെ കയ്യിലെ നിന്നെ നശിപ്പിച്ചു കളയും, നിന്റെ കുടുംബത്തിന്റെ സമാധാനം കളയും. ദൈവം ആഗ്രഹിക്കുന്നത് നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് ജീവിക്കാനാ. പണ്ടൊരു പാട്ടുണ്ടല്ലോ, മദ്യം നീ കുടിക്കരുതേ. സ്നേഹമുള്ളത് കൊണ്ടാ കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇതുകൂടെ പറയാതെ ഞാൻ എങ്ങനാ പോകുന്നേ? ഹല്ലേലൂയ. ഒരു പാവപ്പെട്ട സഹോദരിയല്ലേ, കർത്താവ് പറഞ്ഞ അരുളപ്പാടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകട്ടെ. ഹല്ലേലൂയ. എത്ര നാൾ ഈ കർത്താവിനെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് ഏൽപ്പിച്ചത് മുഴുവൻ പറയുകയാ. നീ മദ്യത്തിന്റെ പിടിയിലാണോ? മദ്യം നീ കുടിക്കരുതേ. ഷാപ്പിൽ കയറി കുടിച്ച് വേലി പിടിച്ചോടിച്ച് പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടടച്ച് വേണ്ടുവോളം മുതുകത്തിട്ട് ഇടിക്കുമെന്ന്. അതുകൊണ്ട് മദ്യം നീ കുടിക്കരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭാവിച്ചിടും. അതുകൊണ്ട് മദ്യം നീ കുടിക്കരുതേ.
ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും ഗദ്യപദ്യ കൃതിക്കൊക്കെ ഗണ്യനായി ഭാവിച്ചാലും മദ്യപാനം തുടങ്ങിയാൽ സമ്പാദ്യമെല്ലാം നശിച്ചിടും. അതുകൊണ്ട് ചാരായം കുടിക്കരുതേ, മദ്യം നീ കുടിക്കരുതേ. ഈ മദ്യപിക്കാൻ കൊണ്ടുപോകുന്ന ആ പൈസയും കൊണ്ട് വീട്ടിലോട്ട് നല്ല മീനും ഇറച്ചിയും ഒക്കെ മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹിത, ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചുകൊണ്ട് പറയുക, മദ്യം ഒരു ദിവസം ഒരു മദ്യപാനി പറയുക, എനിക്ക് മദ്യം അത് ഉപേക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നേരാ ഒരു പാപം ചെയ്ത് നീ ആ പാപത്തിന്റെ പിടിയിലായാലുണ്ടല്ലോ, അതിൽ നിന്നൊന്ന് പുറത്തു വരാൻ പാടാ. പക്ഷെ നിന്നെ രക്ഷിക്കാനാ യുവാവേ, മദ്യലഹരിയിലിരിക്കുന്ന, പാപത്തിന്റെ ലഹരിയിലിരിക്കുന്ന, ദൈവത്തിന് ഹിതമില്ലാത്ത ബന്ധങ്ങളിലായിരിക്കുന്ന നിന്നെ രക്ഷിക്കാനാ എന്റെ യേശു ക്രൂശിൽ മരിച്ച്. ഇന്ന് ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ആഘോഷിച്ചിട്ട് ആരോ പറയുന്നത് കേട്ടു, ഈസ്റ്ററിന്റെ അന്ന് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത്. ഈ അങ്ങനെ ആഘോഷിച്ച് നീ നരകുഴി പോയി വീഴാനല്ല കുഞ്ഞേ. ഹല്ലേലൂയ, കർത്താവിലേക്ക് വാ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവവചനം പറയുകയാ. ഒരു വ്യക്തി ഒരു പാപത്തിന്റെ പിടിയിലായാൽ, ആ ഒരു അവിഹിത ബന്ധമായിക്കൊള്ളട്ടെ, മദ്യപാനമായിക്കൊള്ളട്ടെ, വ്യഭിചാരമായിക്കൊള്ളട്ടെ, പുകവലിയായിക്കൊള്ളട്ടെ, ഇതെല്ലാം മനുഷ്യന്റെ കുടുംബത്തിന്റെ സമാധാനം കളയുകയാ. അതിൽ നിന്ന് പുറത്തു വാ. പണ്ട് ഈ വെള്ളപ്പൊക്കമുള്ള സമയത്ത് തോട്ടിൽ കൂടെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാ. അപ്പോൾ ഒരു യുവാവുണ്ടല്ലോ, കമ്പിളിക്കെട്ടാണെന്ന് കരുതി ഒരു കരടിയെ കയറി പിടിച്ചു. എന്നിട്ട് യുവാവ് അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കരയ്ക്ക് നിൽക്കുന്നവർ വിളിച്ചു പറഞ്ഞു, മോനെ കമ്പിളിക്കെട്ട് പോകുന്നേ, പൊക്കോട്ടെ, നീങ്ങുവാ. അപ്പോൾ ഈ മോൻ പറയുവാ, കമ്പിളിക്കെട്ടിനെ ഞാൻ വിട്ടിട്ടും കമ്പിളിക്കെട്ടെന്നെ വിടുന്നില്ല, കരടിയാ കയറി പിടിച്ചേ. കുഞ്ഞേ, നീ ചെയ്യുന്ന പാപം ഉണ്ടല്ലോ, നീ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നാൽ നിന്റെ ജീവിതം നശിക്കും. നീ കർത്താവിലേക്ക് മടങ്ങി വാ. മുന്നറിയിപ്പുകളെ അവഗണിക്കല്ലേ. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരോട് ഒരു ചേച്ചിയുടെ സ്നേഹത്തോടെയാണ് ഞാൻ പറയുന്ന യുവാക്കളെ. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ പ്രായമുള്ളവരോട് ഒരമ്മയുടെ സ്നേഹത്തോടും വാത്സല്യത്തോടുമാ ഞാൻ ഈ സുവിശേഷം പറയുന്നേ. കുഞ്ഞെ, പാപ വഴികളെ വിട്ടുതിരിയ്. മൊബൈൽ അഡിക്ഷനാ. ചിലവർക്ക് പ്രാന്ത്. ഒരു ദിവസം ഒരമ്മ പറയുകയാ, എൻ്റെ സിസ്റ്ററെ ഇവന് പ്രാന്താ. ഞാൻ ചോദിച്ചു, എന്ത് പ്രാന്ത്? ക്രിക്കറ്റ് പ്രാന്ത്. ഇവന് കഴിക്കണമെന്നില്ല, ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ബാറ്റും പിടിച്ച് ബോളും പിടിച്ച്. ഇതൊക്കെ ഈ കളിക്കാരൊക്കെ അവർ കോടികൾ സമ്പാദിച്ചു. ഈ ചെറുക്കനൊന്നും പഠിക്കാതെ തോറ്റു തൊപ്പിയിട്ട് അവൻ്റെ ഭാവിയും പോയി. നേരെ കുഞ്ഞ്, എല്ലാ ഉല്ലാസങ്ങളും വേണം, പക്ഷെ ഒന്നിനോട് നീ അഡിക്ഷൻ പാടില്ല കേട്ടോ. മൊബൈൽ അഡിക്ഷൻ പാടില്ല. എല്ലാം വേണം, അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് പണ്ട് അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്, ഇന്ന് കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയാമോ? മൊബൈൽ അഡിക്ഷൻ. ഇത് മാറുവാൻ വേണ്ടിയാ. 2 വയസ്സുള്ള കുഞ്ഞു മൊബൈൽ കൊടുത്താലേ ഭക്ഷണം കഴിക്കൂ. ഒരമ്മ പറയുവാ, എങ്ങനെയാണെന്നറിയത്തില്ല, അവനെല്ലാം എടുക്കാനറിയാം. അഭിമാനത്തോടെയാ പറയുന്നത്. ആ കുഞ്ഞ് അവനെല്ലാം എടുത്ത് കാണും. വായിക്കാൻ അറിയത്തില്ല, പക്ഷെ അവൻ ഇങ്ങനെ കുത്തി എല്ലാം എടുത്ത് കാണും. അവനറിയാം ഇന്നതെ തൊട്ടാൽ ഇന്നത് വരുമെന്ന് അറിയാം. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു കാലഘട്ടമാ. പണ്ട് ഒരു പാപം ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും സിനിമാ കോട്ടകളിലൊക്കെ പോയിരുന്ന ഒരു സിനിമ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. ഇന്ന് കയ്യിലൊരു മൊബൈലുണ്ടല്ലോ. ഹല്ലേലൂയ. ഇതൊക്കെ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചിരിക്കുക. ഈ ഫോൺ വഴി ആ ദൈവഹിതമില്ലാത്ത ഫോൺ കോളുകൾ, ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ. ഹല്ലേലൂയ. ഇനി അടുത്തത് ന്യായവിധി എന്ന വിഷയവും കൂടെ ഒന്ന് നിങ്ങൾ എന്താ ഈ ന്യായവിധി? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയിൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്താണെന്നറിയാമോ? ഈ ദൈവപുത്രൻ, ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് എൻ്റെ യേശുവിനെ പറയുകയാ,
പ്രിയമുള്ളവരെ, ഇത് കേട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. യേശുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ ഇത് നീ കേൾക്കാതിരുന്നാൽ, ഇത് ഏറ്റെടുക്കാതിരുന്നാൽ നിനക്കൊരു ന്യായവിധി ഉണ്ടെന്ന് ദൈവവചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. എത്ര ഇതാ, ഹല്ലേലൂയ. ഈ വെളിച്ചം, ഈ യേശുവിൽ കൂടെയുള്ള സമാധാനം, സന്തോഷമാ പ്രിയമുള്ളവരെ. എനിക്കറിയാം, എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്യപാനിയായ ഒരു വ്യക്തി, മദ്യം കുടിച്ച് ഓടയിൽ കിടന്ന ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അതിനു മുന്നേ എല്ലാം നശിപ്പിച്ച് കളയുമായിരുന്നു പ്രിയമുള്ളവരെ, എല്ലാം എടുത്തുകൊണ്ട് നശിപ്പിച്ച് കളയുമായിരുന്നു. മദ്യപാനം നിർത്തിയപ്പോൾ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ഒരു വ്യക്തി പറയുക, ഒരു കസാരയില്ലായിരുന്നു, എന്നാൽ എൻ്റെ പപ്പായുടെ കുടി മാറിയപ്പോൾ ഒരു കസേരകളായി, വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങളായി. ഹല്ലേലൂയ. ഇത്രയും ഒരു യേശുവിനെ സ്വീകരിച്ചാൽ നല്ല ഒരു വിശുദ്ധ ജീവിതം, ഈ ഭൂമിയിലും സന്തോഷം, സ്വർഗത്തിലും സന്തോഷം. യേശുവിനെ നീ ത്യജിച്ചാൽ, യേശുവിനെ നീ സ്വീകരിക്കാതിരുന്നാൽ ഈ ഭൂമിയിലും ശൂന്യത. യേശുവിലൂടെയുള്ള സന്തോഷം അത്ര വലുതാ പ്രിയമുള്ളവരെ. ഇത് നീ ഒന്ന് അനുഭവിച്ച്, ലോകം തരാത്ത സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയും. സൗന്ദര്യത്തിന് സമാധാനം തരുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ നല്ല സുന്ദരിമാരൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നേ? പണത്തിന് സമാധാനം തരുവാൻ കഴിയുമോ? പണത്തിന് സമാധാനം തരുവാൻ കഴിയുകയില്ല. കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്തിനാ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നേ? വിദ്യാഭ്യാസത്തിന് സമാധാനം തരുവാൻ കഴിയുമോ? PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്തവർ എന്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു? എന്നാൽ ലോകം തരാത്ത സമാധാനം തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഈ സമാധാനം നീ ഇന്ന് സ്വീകരിക്കണമേ. യേശുവേ, ഈ സിസ്റ്റർ പറയുന്ന യേശു ഒരു സത്യമാണെങ്കിൽ ഈ സമാധാനമില്ലാത്ത എനിക്ക് ഒരിറ്റു സമാധാനം തരണമേ. നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇതുപോലെ ഒരു ആത്മഹത്യക്ക് ഇരുന്ന ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞു, ഗ്ലോറി ആന്റി, ഞാൻ ഈ സുവിശേഷ പ്രസംഗം ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്നതാ, പക്ഷെ ആന്റി ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കരണ്ടടിക്കുന്നത് പോലെ തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ആന്റി പറയുന്ന യേശു ഒരു സത്യമാണെങ്കിൽ എനിക്ക് ഒരിറ്റു സമാധാനം തരണമേ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനമില്ലാത്തതാ മനുഷ്യന്റെ പ്രശ്നം. ആ സമാധാനം ദൈവം നിനക്ക് തരുമ്പോൾ ആ യേശുവിലൂടെയുള്ള ഇതൊരു നല്ല കാര്യമാകുഞ്ഞേ പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. നീ നശിച്ചു പോകുവാനുള്ള മാർഗമല്ല, നീ കരേറുവാനുള്ള, നിന്നെ രക്ഷിക്കുവാനുള്ള ഒരു കാര്യമാ പറയുന്നേ. നമ്മളറിയാം, ഈ പന്നി ഇങ്ങനെ ചെളിക്കകത്തൂടെ ഇങ്ങനെ നടക്കും അല്ലേ? പന്നിയോട് നമ്മൾ പറയുക, മുകളിൽ ആകാശമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, നല്ല നീലാകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ പന്നി നോക്കത്തില്ല, കുനിഞ്ഞു നടക്കും. എന്നാൽ ഒരിക്കലും ഇങ്ങനെ അറക്കാൻ കൊണ്ടുപോകും. അയ്യോ, ഇത് പറഞ്ഞതൊക്കെ നേരായിരുന്നല്ലോ, ഇതൊക്കെ സത്യമായിരുന്നല്ലോ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ ഒരു ധനവാനച്ചാനെ നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവിടെ അദ്ദേഹം വളരെ വലിയ ധനവാനായിരുന്നു. എന്നാൽ ഈ ധനവാനും മരിച്ചു, അതിൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ലാസറും മരിച്ചു. എന്നാൽ ധനവാൻ മരിച്ചപ്പോൾ പാതാളത്തിലേക്കാണ് പോയത്. ഹല്ലേലൂയ. ലാസറു മരിച്ചു, ഒരു ദരിദ്രനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് യേശു ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം സ്വർഗത്തിലേക്കാണ് പോയേ. ഹല്ലേലൂയ. ഈ ധനവാന് ആ പാതാളത്തിൽ ചെന്നപ്പോ മോളിലോട്ടൊരു നോട്ടം നോക്കി കേട്ടോ. അബ്രഹാം പിതാവേ എന്നൊരു വിളി വിളിച്ചു. ഹല്ലേലൂയ. കുഞ്ഞേ, ഈ പിതാവേ എന്നുള്ള വിളിയുണ്ടല്ലോ, നിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി മൂക്കിൽ 2 പഞ്ഞിയും വെക്കുമ്പോഴല്ല വിളിക്കേണ്ടത്. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ നീ ഒന്ന് വിളിച്ചേ, യേശുവേ എന്നെ രക്ഷിക്കണമേ. പിതാവേ എന്നൊരു വിളി വിളിച്ചപ്പോ, മോനെ ഇനിയും പറ്റത്തില്ല. ഉടനെ ഈ ധനവാനച്ചാൻ ഒരു ആത്മഭാരം വന്നു കേട്ടോ. ധനവാനച്ചാൻ ആത്മഭാരം വന്നത് എപ്പോഴാണെന്നറിയാവോ? കയ്യും കാലും കൂട്ടിക്കെട്ടി മൂക്കിനകത്ത് പഞ്ഞിയും വെച്ച് ആ പാതാളത്തിൽ ചെന്നപ്പോൾ ആത്മഭാരം വന്ന്, അയ്യോ എനിക്ക് 5 സഹോദരങ്ങളുണ്ട്, അവരോട് ഇതൊന്ന് പറയാനാ. അപ്പം അവർക്ക് എന്നെ ഈ ലാസറിനെ അയക്കണമേ എന്ന് ആ പാതാളത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ അപേക്ഷിക്കുക പ്രിയമുള്ളവർ.
പ്രിയമുള്ളവരെ. പ്രിയ പാവൻ ജോഷി പാസ്റ്റർക്ക് ഈ ജീവിച്ചിരുന്നപ്പോൾ ഒരു ആത്മഭാരം വന്നു. ഈ സത്യസുവിശേഷം ഈ ശ്രീനിപുരം ദേശം കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ഒരു ആളെ കൂട്ടാൻ വേണ്ടി അല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു മതത്തിലോട്ട് ചേർക്കാൻ വേണ്ടി അല്ല പ്രിയമുള്ളവരെ. യേശുവിലൂടെയുള്ള രക്ഷ നീ അറിയണം. ഹല്ലേലൂയ. ഈ ധനവാനച്ചാൻ ഓർത്തു കേട്ടോ. ഒരിക്കൽ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയ വാസമെന്ന്. ഒരിക്കൽ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയ വാസമെന്ന്. അയ്യോ എൻ കൂട്ടരെ സുവിശേഷ ഘോഷണം പൊളിയെന്ന് ഞാൻ കരുതി. ഹല്ലേലൂയ. ഇപ്പൊ ഈ പാവപ്പെട്ട ഗ്ലോറി സിസ്റ്റർ നിന്നിട്ട് ഇങ്ങനെ പറയുക, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. അന്നേരം ഓർക്കും, അയ്യോ തലയ്ക്ക് നല്ല സുഖമില്ലേ. എന്നാൽ ഒരിക്കൽ ചിന്തിക്കും, അയ്യോ ഈ സിസ്റ്റർ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് നീ ചിന്തിക്കുന്ന സമയം വരാൻ പോകുക. സുവിശേഷ ഘോഷണം നാടെങ്ങ് കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്നു കരുതി. സുവിശേഷ ഘോഷണം നാടെങ്ങ് കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്നു കരുതി. അയ്യോ എൻ കൂട്ടരെ സുവിശേഷ ഘോഷണം പൊളിയെന്ന് ഞാൻ കരുതി. അയ്യോ എൻ കൂട്ടരെ സുവിശേഷ ഘോഷണം പൊളിയെന്നു ഞാൻ കരുതി. ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെ ഏറ്റു പറയാം. നീ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ആ മുടിയനായ പുത്രൻ അപ്പൻ്റെ ഭവനം വിട്ട് യാത്രയാകുക പ്രിയമുള്ളവരെ. എന്നാൽ ഈ അപ്പൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ മോൻ എന്നാ എൻ്റെ അടുക്കലോട്ട് വരുന്നേ. എന്നാൽ അവൻ ആ പാപം ചെയ്ത് ചെയ്ത് അപ്പനിൽ നകന്നു. അപ്പൻ എന്നും നോക്കും, എൻ്റെ മോൻ വരുന്നുണ്ടോ, എൻ്റെ മോൻ വരുന്നുണ്ടോ. എന്നാൽ ഒരിക്കൽ ഭിക്ഷക്കാരനെ പോലെ ഒരു മോൻ അങ്ങ് വരുകയാ. അവനോർത്തു, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. കുഞ്ഞേ, യുവാവേ, യൗവനക്കാരി, ഹല്ലേലൂയ, യേശുവുമായിട്ട് വ്യക്തിപരമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന സഹോദര സഹോദരി, ഒന്ന് പറഞ്ഞേ ഇന്ന് രാത്രികാലം, കർത്താവേ ഞാൻ നിന്നോട് പാപം ചെയ്തു. ഹല്ലേലൂയ. യേശുവിലൂടെയുള്ള സന്തോഷം നീ പ്രാപിച്ചെടുക്കണം കേട്ടോ. നമുക്കറിയാം ഇതിനകത്തൊരു എക്സ്ക്യൂസിൽ യേശുവിൻ്റെ കൂടെ നടന്ന ഒരു യൂദാച്ചാനുണ്ടല്ലോ, നമുക്കറിയാം അല്ലേ. യേശുവിനെ ഒറ്റിക്കൊടുത്തു പ്രിയമുള്ളവരെ. ഒറ്റിക്കൊടുത്തിട്ട് നമ്മുടെ യൂദാച്ചാൻ ഓടിപ്പോയി പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞത് ആരോടാന്നറിയാവോ? മഹാപുരോഹിതനോടാ. യൂദാച്ചായ, നീ മഹാപുരോഹിതനോടല്ല നിന്റെ പാപമേറ്റു പറയേണ്ടത്. നിന്റെ പണക്കിഴിയൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്നൊന്ന് കരഞ്ഞായിരുന്നെങ്കിലുണ്ടല്ലോ, എൻ്റെ കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചേനെ. നിന്റെ പാപം പുരോഹിതനോടല്ല കുഞ്ഞേ ഏറ്റു പറയേണ്ടത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, അതെന്റെ യേശു മാത്രം. നീ എത്ര വലിയ പാപം ചെയ്താലും നീ അത് ദൈവത്തോടെ ഏറ്റു പറഞ്ഞാൽ മതി. കർത്താവേ ഞാൻ ഇന്നത് ചെയ്തു, കർത്താവേ ഞാൻ ഇന്നത് ചെയ്തു. ഈ മഹാപുരോഹിതൻ നമ്മുടെ യൂദാച്ചാനോട് എന്നാ പറഞ്ഞെന്നറിയാവോ? അതിന് എനിക്ക് എന്നാ വേണം? കുഞ്ഞേ, നീ ഒരു കുഴിക്കകത്ത് വീഴുമ്പോൾ കുഴിയിൽ വീഴുന്ന പന്നിക്കും കല്ലും മുള്ളും എന്ന് പറഞ്ഞതുപോലെ നീ ഒരു പരാജയത്തിൽ പോകുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരും കാണത്തില്ല കുഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പുരോഹിതൻ ചോദിച്ചു, അതിന് ഞങ്ങൾക്ക് എന്നാ വേണം? ഹല്ലേലൂയ. എന്നാ നീ പോയി നിന്റെ കാര്യം നോക്ക്. നമ്മുടെ യൂദാച്ചാൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞേ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനാ ഈ സ്വർഗരാജ്യം നഷ്ടമായതെങ്കിൽ നിന്റെ പണത്തോടുള്ള ആഗ്രഹമോ എന്തെങ്കിലും ആഗ്രഹങ്ങളോ നിന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു പാപസുഖങ്ങളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഒന്ന് കടന്നു വരുമോ? നിന്റെ കണ്ണിനെ രസിപ്പിക്കുന്ന, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ചില അവിഹിത ബന്ധങ്ങളുണ്ടല്ലോ, അത് നിന്നെ നാശത്തിലേക്കാ നയിക്കുന്നേ കുഞ്ഞേ. ഇന്ന് രാത്രികാലം ചില മൊബൈൽ അഡിക്ഷൻസ്, ചില മദ്യപാനം നിന്റെ സമ്പാദ്യം നശിപ്പിച്ച്, ഞാൻ എത്ര സ്നേഹത്തോടെയാ ഈ സുവിശേഷം പറയുന്നേ. എൻ്റെ ചങ്ക് പൊട്ടിയാ ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുന്ന പ്രിയമുള്ളവരെ. കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളാരും ആ നരകക്കുഴിയിൽ പോകല്ലേ. ഹല്ലേലൂയ.
രക്ഷിതാവിനെ കാണുക പാപി എന്നുള്ള പാട്ട് ഒന്ന് പാടണമേ കർത്താവിന്റെ ദാസനെ. ഹല്ലേലൂയ. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ. നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമേ. പ്രാർത്ഥന ആവശ്യമുള്ളവർ, ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, ആത്മഹത്യക്ക് ഒരുങ്ങുന്നവർ, യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിങ്ങളുടെ കൈകൾ ഉയർത്തി ആ സ്വർഗത്തിലേക്ക് നോക്കി, യേശുവേ, കുഞ്ഞേ യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്. ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. യേശുവേ, നിന്റെ പാപമെല്ലാം, യേശുവേ, നിന്റെ പാപമെല്ലാം, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. കാൽവരി സ്നേഹിത, ഇന്ന് നമ്മൾ ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുക. കാൽ പീലാത്തോസിന്റെ അരമന മുതൽ എന്റെ കർത്താവിന്റെ ക്രൂശിനെ വർണ്ണിക്കാത്ത ഒരു പ്രസംഗം എന്റെ ജീവിതത്തിൽ എനിക്കില്ല പ്രിയമുള്ളവരെ. വലിയ ഭാഷണിലൊന്നും പ്രസംഗിക്കുവാൻ എനിക്ക് പറ്റുകയില്ല. എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്ന ഭാരം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുകയാ, പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറിയുടെ മലമുകൾ വരെ എന്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി യാഗമായി തീർന്നത് കുഞ്ഞേ, പാപത്തിന്റെ കുഴിയിൽ നിന്ന്, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനായിരുന്നു. ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ എന്റെ കർത്താവിനെ നിന്ദിച്ചു പ്രിയമുള്ളവരെ. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ എന്റെയും നിന്റെയും പാപത്തിനു വേണ്ടി എന്റെ കർത്താവ് കാൽവറിയിൽ എരിഞ്ഞെരിഞ്ഞടങ്ങുമ്പോൾ എന്റെ കർത്താവിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കുഞ്ഞേ, നീ ഇന്ന് മരിച്ചാൽ നീ സ്വർഗത്തിൽ കാണണം. മരണം അന്ത്യമല്ല പ്രിയമുള്ളവരെ, മരണം ഒരു ജീവിതത്തിന്റെ തുടക്കമാ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവിതം തീരുമ്പോൾ വേറെ ഒരു ജീവിതം തുടങ്ങുകയാ. ഹല്ലേലൂയ. അതിലൊരു കള്ളൻ പറയുകയാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഇന്ന് രാത്രികാലം പ്രിയ സ്നേഹിത, ആത്മഭാരത്തോടെ ഞാൻ പറയുകയാ, ഒന്ന് പറയുമോ? കർത്താവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. ഇത്രയും നാൾ കള്ളനായി ജീവിച്ചു, അധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്തു. എന്നാൽ കർത്താവ് പറയുകയാ, സ്നേഹിത, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. കുഞ്ഞെ, നിന്റെ കഴിഞ്ഞകാല പാപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വ്യക്തി നിന്നെ കാണുന്നത്. എന്നാൽ നീ ഒരു പാപിയാണെന്ന് സമ്മതിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നീ ഒരു ദൈവമകനായി തീരുവാൻ പോകുകയാ. എത്ര പേർക്ക് യേശുവിനെ വേണം? യേശുവിനെ വേണ്ടവർ, പ്രാർത്ഥനാ വിഷയം ആവശ്യമുള്ളവർ
രാജ്യത്തിന്റെ അവകാശം ആഗ്രഹിക്കുന്ന ആവശ്യമുള്ളവർ നിങ്ങളുടെ വലങ്കരങ്ങളെ ഒന്ന് ഉയർത്തി കാണിച്ചാൽ, നിങ്ങൾ ആ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഒന്ന് ഉറക്ക വിളിക്കുമോ? യേശുവേ, എനിക്ക് നിന്നെ വേണം. ഇത്രയും നാൾ ഞാനൊരു പാപിയായി ജീവിച്ചു. യേശുവേ, എനിക്ക് നിന്നെ വേണം. നിന്നിലൂടെയുള്ള സമാധാനം എനിക്ക് വേണമെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് നിനക്ക് ലോകം തരാത്ത സമാധാനം എന്റെ യേശു തരുവാൻ പോകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം അവസാനം എടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.